വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കഴിഞ്ഞ ദിവസം തൊട്ട് നമ്മൾ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് ആരംഭിച്ചിരിക്കുകയാണ് അല്ലെ. 60 ദിവസം കൊണ്ട് നമ്മൾ ഹോട്ട് ടോപ്പിക്സ് മുഴുവനായിട്ട് പഠിച്ച് LGSന് തീർച്ചയായിട്ടും നല്ലൊരു റാങ്കിൽ എത്താൻ പാകത്തിനുള്ള കുട്ടികളായിട്ട് മാറും കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ഓരോ ദിവസവും ടീച്ചർ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ കൃത്യമായി നോക്കി പഠിക്കുക. ഇന്ന് മൗലിക അവകാശങ്ങൾ നമ്മൾ രണ്ട് മൂന്ന് ടോപ്പിക്സ് വെച്ച് മാക്സിമം നമ്മൾ പഠിക്കും. വലിയ ടോപ്പിക്കുകളാണെങ്കിൽ നമ്മൾ ടോപ്പിക്കുകളുടെ എണ്ണം കുറയ്ക്കും. അപ്പൊ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ്. നമുക്കറിയാം, മൗലിക അവകാശങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ എന്തൊക്കെ ചോദ്യങ്ങളാണ് മുമ്പ് ചോദിച്ചിട്ടുള്ളത്, അതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ക്ലാസ്. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3ലാണ് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ എവിടെ നിന്നൊട്ട് എവിടം വരെ? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 3ൽ അനുച്ഛേദം 12 മുതൽ 35 വരെ എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? നമ്മുടെ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? സർദാർ വല്ലഭായി പട്ടേലാണ്. ആരാണ്? പട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് പറയുന്ന വ്യക്തി. ഈ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്ന എവിടെ നിന്നാണ്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അമേരിക്കൻ ഭരണഘടനയിലെ അവരുടെ മൗലിക അവകാശങ്ങളെ നമ്മൾ പറയുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് അവരുടെ മൗലിക അവകാശങ്ങളെ വിളിക്കുന്നത്. അപ്പൊ അമേരിക്കൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗം കടം കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൗലിക അവകാശങ്ങളുടെ ശില്പി ആരാണ് എന്ന് പറഞ്ഞു? സർദാർ വല്ലഭായി പട്ടേലാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായി പട്ടേലാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോർട്ടാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? നീതിപീഠം, ഇന്ത്യൻ ഭരണഘടനയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയാണ് നമ്മുടെ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് പറയുന്നത്. ഈ മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കോടതിയെ സമീപിക്കാനായി സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ ഒരു വ്യക്തിക്ക് നേരിട്ട് ആരെ സമീപിക്കാനായിട്ട് പറ്റും? കോടതിയെ സമീപിക്കാനായിട്ട് പറ്റും. അപ്പൊ മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാൻ നമ്മൾ കോടതിയെ സമീപിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തിക്ക് മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുണ്ട്. ആ ഉത്തരവിനെ നമ്മൾ വിളിക്കുന്നത് റിട്ടുകൾ എന്നാണ്. എന്താണ്? റിട്ടുകൾ. ഈ റിട്ടുകളെ കുറിച്ച് ഓരോന്നും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. റിട്ടുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പൊ മൗലിക അവകാശങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റാ പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നു, മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഏത് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് 1931 കറാച്ചി സമ്മേളനമാണ്. മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രമേയം പാസാക്കിയ, എന്താണ്? പ്രമേയം പാസാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനമാണ് ഏത്? 1931 കറാച്ചി സമ്മേളനം. എന്നാൽ ഭാവിയിലെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായിരിക്കും മൗലിക അവകാശങ്ങൾ എന്ന് പ്രഖ്യാപിച്ചത് 1927 മദ്രാസ് INC ആണ്. മദ്രാസ് INC ആണ്. എന്താ പറഞ്ഞത്? 1927 മദ്രാസ് INCയില് മദ്രാസിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അതിന്റെ അധ്യക്ഷൻ MA അൻസാരി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ആരാണ്? MA അൻസാരി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ എന്താ പറയണേ? ഭാവിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായിരിക്കും എന്ത്? മൗലിക അവകാശങ്ങൾ എന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ടുള്ള എന്താണ് പ്രമേയം പാസാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1931 കറാച്ചി സമ്മേളനത്തിലാണ്.
ആ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരാണ്? കറാച്ചി സെഷനിലെ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആരാണ് പ്രമേയം എഴുതി തയ്യാറാക്കിയത്? ജവഹർലാൽ നെഹ്റു ആണ്. കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കറാച്ചി സമ്മേളനം 1931 നടക്കുന്നു. മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കുന്നു. അന്നത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. എന്നാൽ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് മൗലികാവകാശങ്ങൾ കുറച്ചധികമുണ്ട്. ഈ മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിക്കണം. അതിനു മുമ്പ് ഒരു പൗരന് മൗലികാവകാശങ്ങൾ നടപ്പിലാക്കാൻ എന്തിനെ സമീപിക്കാം? കോടതിയെ സമീപിക്കാം എന്ന് പറഞ്ഞു. മൗലികാവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ നേരിട്ട് കേസ് ആർക്ക് ഫയൽ ചെയ്യാൻ പറ്റും? നമ്മുടെ ഇന്ത്യൻ പൗരന്മാർക്ക് ഫയൽ ചെയ്യാൻ പറ്റും. അങ്ങനെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന ആ ഒരു പദവി ആർക്ക് ലഭിച്ചു? സുപ്രീം കോടതിക്ക് ലഭിക്കുകയും ചെയ്തു. ഇനി മൗലികാവകാശങ്ങൾ ഏതൊക്കെ എന്ന് നമ്മൾ ഓരോന്ന് പഠിക്കണം. അതിൽ ആദ്യത്തത് സമത്വത്തിനുള്ള അവകാശം. മൗലികാവകാശങ്ങളിലെ പ്രധാനപ്പെട്ടത് ഒന്നാമത്തത് സമത്വത്തിനുള്ള അവകാശം. അത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ സമത്വത്തെ കുറിച്ചുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത്. അടുത്തത് സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ളത് കേട്ടോ. സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള അവകാശം അത് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നു. ഇനി അടുത്തത് എന്താണ്? ചൂഷണത്തിന് എതിരെയുള്ള അവകാശം. ചൂഷണത്തിന് എതിരെയുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 23, 24 ചൂഷണത്തിനെതിരെയുള്ള അവകാശം. അടുത്തത് എന്താണ് പറയുന്നത്? മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ചാണ്. മതസ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. എന്താണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 29, 30 തുടങ്ങിയവയിലാണ്. ഇനി ഭരണഘടനാപരമായിട്ടുള്ള ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം. ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശത്തെ കുറിച്ച് ആർട്ടിക്കിൾ 32 മുതൽ 35 വരെ പറയുന്നു. ഈ 6 മൗലിക അവകാശങ്ങളും ക്ലിയർ ആയിട്ട് നമ്മുടെ ആ ഒരു ആർട്ടിക്കിൾ അടക്കം നിങ്ങൾ പഠിക്കണം. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സമത്വത്തെ കുറിച്ചിട്ടുള്ള അവകാശത്തെ കുറിച്ചും 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടുള്ള അവകാശത്തെ കുറിച്ചും ആർട്ടിക്കിൾ 23, 24 ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെ കുറിച്ചും ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ചും ആർട്ടിക്കിൾ 29, 30 സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശത്തെ കുറിച്ചും ആർട്ടിക്കിൾ 32 മുതൽ 35 വരെ ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശത്തെ കുറിച്ചും പ്രതിപാദിക്കുന്നു. ഇനി അടുത്തത് ആർട്ടിക്കിൾ 20, അതുപോലെ തന്നെ 21. ആർട്ടിക്കിൾ 20, 21 തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് നമ്മൾ നോക്കി വെക്കണം. എന്താണ്? അടിയന്തരാവസ്ഥ കാലത്തും ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ അഥവാ എമർജൻസി പ്രഖ്യാപിച്ചാൽ ആ അടിയന്തരാവസ്ഥ കാലത്തും നിലനിൽക്കുന്ന മൗലികാവകാശങ്ങളാണ് ആർട്ടിക്കിൾ എന്താണ്? 20, 21. 1978 44 ഭരണഘടനാ ഭേദഗതിയോടെയാണ് 1978 ഭരണഘടനാ ഭേദഗതിയോടെയാണ് ഈ അടിയന്തരാവസ്ഥ കാലത്തു പോലും ഈ ആർട്ടിക്കിൾ 20, 21 റദ്ദ് ചെയ്യാൻ സാധിക്കാതെ ആയത് എന്നും കൂടി ഓർത്തു വെക്കാം. ഇനി നമ്മളോട് ചോദിക്കാറുണ്ട്, ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മൗലികാവകാശങ്ങൾ എത്രയാണ്? 7 മൗലികാവകാശങ്ങൾ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ നിലവിൽ എത്ര മൗലികാവകാശങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. 6 മൗലികാവകാശങ്ങൾ. സമത്വത്തിനുള്ളത്, സ്വാതന്ത്ര്യത്തിനുള്ളത്, ചൂഷണത്തിനെതിരെയുള്ളത്, മതസ്വാതന്ത്ര്യത്തിന് ഉള്ളത്, അതുപോലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവും ഭരണഘടനാ പ്രതിപദിക്ക് ഉള്ള അവകാശം അല്ലെ.
ആറെണ്ണേ ഉള്ളൂ. അപ്പൊ ഏഴെണ്ണത്തില് ആറെണ്ണമായി മാറിയത് എങ്ങനെയാണ്? അതായത് 1978 നമ്മുടെ ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് സ്വത്തവകാശം എന്ന് പറയുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തു. 1978 എന്താണ്? 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം എന്തല്ലാതായി മാറി? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാതായി മാറി എന്ന് പറയാം. അപ്പൊ സ്വത്തവകാശത്തെ 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എടുത്തു കളഞ്ഞപ്പോൾ ആ സ്വത്തവകാശം എവിടെയാണ്, ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? ഏത് പാർട്ടിലാണ് കൂട്ടിച്ചേർത്തത്? പാർട്ട് 12 കൂട്ടിച്ചേർത്തു. പാർട്ട് 12 ഏത് ആർട്ടിക്കിളിലാണ് കൂട്ടിച്ചേർത്തത്? ആർട്ടിക്കിൾ 300A അപ്പോൾ നിലവിൽ സ്വത്തവകാശം പാർട്ട് 12 ആർട്ടിക്കിൾ 300A കാണപ്പെടുന്നത്. ഈ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം മൊറാർജി ദേശായി ആണ്. ആരാണ്? മൊറാർജി ദേശായി ആണ്. അതുപോലെ തന്നെ ആ സമയത്ത് പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും നീലം സഞ്ജീവ റെഡ്ഡിയാണ്. നീലം സഞ്ജീവ റെഡ്ഡി പ്രസിഡന്റും മൊറാർജി ദേശായി പ്രധാനമന്ത്രിയുമായി ഇരിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഭരണഘടനയില് ഒരു ഭേദഗതി വരുത്തുകയാണ് 1978 44-ാം ഭരണഘടനാ ഭേദഗതി. ആ ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലികാവകാശമായിരുന്നതും ഇപ്പോൾ നിയമ അവകാശം മാത്രമായി. അതായത് ഇതൊരു നിയമ അവകാശം അഥവാ ലീഗൽ റൈറ്റ് മാത്രമാണ് ഇപ്പോ ഏതാ എന്ന് പറയുന്നത്? സ്വത്തവകാശം എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ സ്വത്തവകാശത്തെ 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു പാർട്ട് 12. 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ് ആർട്ടിക്കിൾ 300A ആണ്. ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 300A ആണ്. സ്വത്തവകാശത്തെ കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരുന്ന ആർട്ടിക്കിൾ 31. ആർട്ടിക്കിൾ 31 സ്വത്തവകാശത്തെ കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരുന്നത് ആർട്ടിക്കിൾ 31. ഇപ്പോഴും ആർട്ടിക്കിൾ 31A, 31B അതുപോലെ 31C എന്നീ ആർട്ടിക്കിളുകൾ നിലവിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ പറഞ്ഞത് മൗലികാവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ് എന്ന് ചോദിക്കാറുണ്ട്. ഇനി അത് സുപ്രീം കോടതിയാണ്. ഇനി മൗലിക അവകാശങ്ങൾക്ക് കുറേയധികം വിശേഷണങ്ങളുണ്ട്. എന്താണ്? നമ്മുടെ ഭരണഘടനയുടെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിനെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നതും ഇതിനെയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അതായത് മാഗ്ന കാർട്ട 1215 ജൂൺ മാസം 15-ാം തീയതി ലോകത്തെ ആദ്യത്തെ അവകാശ പത്രം ഒപ്പുവെക്കുകയാണ്. അതായത് ആരാണ്? ഇംഗ്ലീഷ് രാജാവായ ജോൺ 2 അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത്. ഒറിജിനൽ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് അതാണ്. അപ്പൊ ഇന്ത്യൻ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നു. സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ. അപ്പൊ ഭരണഘടനയുടെ ആണിക്കല്ല്, ഭരണഘടനയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പാർട്ട് ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? പാർട്ട് ഏതാണ്?
ഭാഗം ഏത് ഭാഗമാണ്? ഭാഗം 3 ഏതാണ്? ഭാഗം 3 പാർട്ട് 3 എന്തിനെ കുറിച്ച് പറയുന്നത്? നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ, അതായത് പാർട്ട് മൂന്നിൽ എന്തിനെ കുറിച്ച് പറയുന്നു? ഭരണഘടനയെ കുറിച്ച് പറയുന്നു. ഭരണഘടനയുടെ മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 12 മുതൽ എവിടെ വരെ? 25 വരെ. അപ്പൊ ആ പാർട്ട് 3നെയാണ് നമ്മൾ ഈ പേരിലൊക്കെ വിശേഷിപ്പിക്കുന്നത് ഭരണഘടനയുടെ ആണിക്കല്ല്, ഭരണഘടനയുടെ മാഗ്ന കാർട്ട അല്ലെ, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക്? വളരെ ക്ലിയർ ആയത് വിചാരിക്കുന്നു. അതായത് എന്താണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് അഥവാ മൗലിക അവകാശങ്ങൾ എന്നത്. ഇനി അടുത്തത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണാറുള്ളതാണ് ബയോളജി ഭാഗത്ത് നിന്നുള്ളത് ജീവകങ്ങൾ എന്താണ്? ആ ജീവകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപര്യാപ്തത രോഗങ്ങൾ ഏതാണ്? ഇതൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. ജീവകങ്ങൾ എത്രണ്ണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 13 ജീവകങ്ങൾ പറയും. അതിൽ തന്നെ ബി കോംപ്ലക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 8 ജീവകങ്ങൾ ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് എ, ബി, സി, ഡി, ഇ, കെ എന്ന് പറയുന്ന ഇത്രയും 6 ജീവകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുക. എ, ബി, സി, ഡി, ഇ, കെ ഇത്തരം ജീവകങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മളോട്. ബിയിൽ തന്നെ വകഭേദങ്ങൾ ഉണ്ട് 8 എണ്ണം. അതിനേക്കാൾ കൂടുതൽ ഡി, അതുപോലെ ഇ, കെ, ഇതൊക്കെ നമ്മളോട് ഇഷ്ടം പോലെ ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ ജീവകങ്ങൾക്ക് ആ പേര് നൽകിയത് ആരാണ്? ജീവകങ്ങൾക്ക് ആ പേര് നൽകിയത് കാസിമർ ഫങ്ക് എന്ന് പറയുന്ന ആളാണ്. കാസിമർ ഫങ്ക് എന്ന് പറയുന്ന വ്യക്തിയാണ് ജീവകങ്ങൾക്ക് പേര് നൽകിയത്. എന്നാൽ ജീവകങ്ങൾ ആരാണ് കണ്ടെത്തിയത്? ജീവകങ്ങൾ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോഫ്കിൻ ആണ്. ഫ്രെഡറിക് ഹോഫ്കിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് കണ്ടെത്തിയത്? ജീവകങ്ങൾ കണ്ടെത്തിയത് എന്ന് മനസ്സിലാക്കുക. ജീവകങ്ങളെ പ്രധാനമായും നമുക്ക് 2ആയി തരംതിരിക്കാം. എന്താണ്? വെള്ളത്തിൽ ലയിക്കുന്നത് അഥവാ ജലത്തിൽ ലയിക്കുന്നത്, അതുപോലെ തന്നെ കൊഴുപ്പിൽ ലയിക്കുന്നത്. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ അഥവാ വെള്ളത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ബിയും സിയും ആണെങ്കിൽ, കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? ബാക്കിയുള്ളത് ഏതാണ്? എ, ഡി, ഇ, കെ തുടങ്ങിയവയാണ്. എ, ഡി, ഇ, കെ. അപ്പൊ എ, ഡി, ഇ, കെ തുടങ്ങിയ ജീവകങ്ങൾ കൊഴുപ്പിലും ബി, സി തുടങ്ങിയ ജീവകങ്ങൾ വെള്ളത്തിലും ലയിക്കുന്നു. ജീവകങ്ങൾ മൊത്തം 13 എണ്ണം. അതിൽ ബി കോംപ്ലക്സിൽ പെടുന്നത് തന്നെ 8 എണ്ണം അല്ലെ. ജീവകങ്ങൾക്ക് പേര് നൽകിയത് കാസിമർ ഫങ്ക് ആണ്. ജീവകങ്ങൾ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോഫ്കിൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. നമുക്ക് ജീവകം എ തൊട്ട് പഠിച്ചു തുടങ്ങാം. ജീവകം എ എന്താണ്? ജീവകം എയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ആദ്യം തന്നെ പഠിക്കേണ്ടത്, ഈ ജീവകം എയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മളോട് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, മനുഷ്യ ശരീരത്തിൽ പ്രകൃത്യാ കാണപ്പെടുന്ന ജീവകം ഏതാണ്? പ്രകൃത്യാ കാണപ്പെടുന്ന ജീവകമാണ് ജീവകം എ. ജീവകം എയുടെ ശാസ്ത്രീയ നാമം എന്താണ്? റെറ്റിനോൾ എന്നാണ്. റെറ്റിനോൾ എന്നതാണ് ജീവകം എയുടെ ശാസ്ത്രീയ നാമം. അപ്പൊ മനുഷ്യ ശരീരത്തിൽ പ്രകൃത്യാ കാണപ്പെടുന്നു. റെറ്റിനോൾ എന്നതാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. ക്യാരറ്റ് അതൊന്നും ഞാൻ എഴുതണില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കിയാൽ മതി. ക്യാരറ്റ്, ചീര, പാലിന്റെ ഉൽപ്പന്നങ്ങള്, കരള്, അതുപോലെ പയറിന്റെ ഇല, ചേമ്പിന്റെ ഇല, മുരിങ്ങ ഇല തുടങ്ങിയവയിലൊക്കെ എന്ത് കാണപ്പെടുന്നു? ജീവകം എ കാണപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം. കണ്ണിന്റെ രോഗത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള, കണ്ണിന്റെ ആരോഗ്യത്തിന്, കണ്ണിന്റെ രോഗങ്ങൾക്കൊക്കെ പ്രധാന കാരണം ജീവകം എയുടെ അപര്യാപ്തതയാണ്. അപ്പൊ കണ്ണിന്റെ ആരോഗ്യത്തിന് പ്രധാനമായിട്ടുള്ള ഘടകമാണ് വൈറ്റമിൻ എ. അങ്ങനെ വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലമാണ് നിശാന്തത, കണ്ണിന് വരുന്നതല്ലേ നിശാന്തത. അതുപോലെ തന്നെ സിറോഫ്താൽമിയ തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ നിശാന്തത, സിറോഫ്താൽമിയ എന്ന് പറയുന്ന രോഗങ്ങൾ ഉണ്ടാകുന്നത് ജീവകം എയുടെ അപര്യാപ്തത മൂലമാണ്. ഈ ജീവകം എ എവിടെയാണ് സംഭരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കരളിലാണ് സംഭരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ജീവകം എ എന്ന് മനസ്സിലായില്ലേ? ജീവകം എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ എന്നാണ്. ജീവകം എ പ്രകൃത്യാ തന്നെ മനുഷ്യരിൽ ഉള്ള ഒരു ജീവകമാണ്. ജീവകം എ കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. ഇത് കരളിലാണ് സംഭരിക്കുന്നത്. അതുപോലെ തന്നെ ജീവകം എയുടെ അപര്യാപ്തത മൂലം നിശാന്തത,
സിറോഫ്താൽമിയ തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകുന്നു. ജീവകം ധാരാളം കാണപ്പെടുന്ന ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരള്, പയറിന്റെ ഇല, ചേമ്പിന്റെ ഇല, മുരിങ്ങയില തുടങ്ങിയവയിലാണ്. ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നു ജീവകം എ കഴിഞ്ഞ ജീവകം ഡി. ജീവകം ഡിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ADEK തുടങ്ങിയവയെല്ലാം തന്നെ എന്താണെന്ന് പറഞ്ഞു, നമ്മൾ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണെന്ന് പറഞ്ഞു. ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമം പഠിക്കണം കേട്ടോ മക്കളെ. കാൽസിഫെറോൾ. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഓരോന്നിന്റെയും ശാസ്ത്രീയ നാമം. കാൽസിഫെറോൾ ട്ടോ. ജീവകം ഡിയെ നമ്മൾ വിളിക്കുന്നത് സൺഷൈൻ വൈറ്റമിൻ എന്നാണ്. നമുക്ക് എന്താണ്, സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്നതാണ് ഏത്, ജീവകം ഡി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്തതും ഏതാണ്, ഈ വൈറ്റമിൻ ഡി തന്നെയാണ്. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത വൈറ്റമിൻ കൂടിയാണ് ഇത്. എല്ല്, അതുപോലെ തന്നെ പല്ല്, പല്ല്, നേരത്തെ നമ്മൾ എന്താ പറഞ്ഞേ, കണ്ണാ പറഞ്ഞേ, ഇവിടെ കണ്ണ് അല്ലെ. അപ്പൊ ഇവിടെ എല്ല്, പല്ല് എന്നിവയുടെ ആരോഗ്യത്തിന് വളരെ ആവശ്യമായിട്ടുള്ളതാണ്. ജീവകണ്ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. കണ അഥവാ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ കാൽസ്യം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. എല്ലിന്റെയും പല്ലിന്റെയും അതുപോലെ തന്നെ ഫോസ്ഫറസ്, ഇതൊക്കെ ഉണ്ടല്ലോ. ഈ കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയവയെ ആഗിരണം, നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡി വളരെ ആവശ്യമാണ്. ഈ വൈറ്റമിൻ ഡിയെ നമ്മൾ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നും കൂടി വിളിക്കുന്നുണ്ട്. അപ്പൊ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി നമ്മൾ പറഞ്ഞു സൂര്യപ്രകാശത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ മത്സ്യ എണ്ണയിലെ മത്സ്യ എണ്ണ കഴിച്ചു കഴിഞ്ഞാൽ ധാരാളം എന്താ പറയുന്നത്, ജീവകം ഡി ധാരാളമായിട്ട് മത്സ്യം എണ്ണയിൽ കാണപ്പെടുന്നുണ്ട് കേട്ടോ. അതുപോലെ ഒരു നമ്മൾ പറഞ്ഞു പച്ചക്കറിയിൽ നിന്ന് ലഭിക്കില്ല, പക്ഷെ പാലിന്റെ ഉൽപ്പന്നങ്ങളൊക്കെ, പാൽ പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അത് കഴിക്കുകയാണെങ്കിൽ ജീവകം ഡി കിട്ടുന്ന പറയണം. അപ്പൊ മെയിൻ ആയിട്ട് സൺഷൈൻ വൈറ്റമിൻ ആണ് സൂര്യപ്രകാശത്തിൽ നിന്നാണ് ലഭിക്കുള്ളൂ. പിന്നെ മത്സ്യ എണ്ണയിൽ നിന്നും പാലിന്റെ പ്രോഡക്റ്റിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട് കേട്ടോ. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമാണ്. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ ആവശ്യമാണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്ന രോഗം വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്നു എന്നും മനസ്സിലാക്കാം. അപ്പൊ ഇത്രയൊക്കെയാണ് വൈറ്റമിൻ ഡി ലെ. ഇനി വൈറ്റമിൻ ഇയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇയെ കുറിച്ച് പറയുമ്പോൾ വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമം എന്താണ്, ടോക്കോഫിറോൾ. എന്താണ്, ടോക്കോ ട്ടോ. വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും എന്താണ്, ടോക്കോഫിറോൾ എന്ന് പറയുന്നതാണ്. ടോക്കോഫിറോൾ എന്ന് പറയുന്നതാണ് വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമം. വൈറ്റമിൻ ഇക്ക് വേറൊരു പേരുണ്ട്, ബ്യൂട്ടി വൈറ്റമിൻ ആണ് ഇത്രേ. ഇതാ വൈറ്റമിൻ ഇയെ നമ്മൾ എന്ത് വിളിക്കുന്നു, ബ്യൂട്ടി വൈറ്റമിൻ എന്ന് വിളിക്കുന്നുണ്ട്. വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത മൂലം നമുക്ക് എന്ത് വരുന്നു, വന്ധ്യത വരുന്നു ട്ടോ. എന്താണ് വന്ധ്യത ഉണ്ടാകുന്നത്, വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത മൂലമാണ്. ഹൃദയത്തെ സംരക്ഷിക്കുന്നത്, ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. ഹൃദയത്തെ സംരക്ഷിക്കുന്നത് ഏതാണ്, വൈറ്റമിൻ ഇ ആണ്. അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞയിൽ ധാരാളം കാണപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ മത്സ്യത്തിന്റെ എണ്ണയിൽ വൈറ്റമിൻ ഡി ഉണ്ട് എന്ന് പറഞ്ഞാൽ സസ്യ എണ്ണകളിൽ ധാരാളമായിട്ടും എന്തുണ്ട്, സസ്യ എണ്ണകളിൽ വൈറ്റമിൻ ഇ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് വൈറ്റമിൻ കെയെ കുറിച്ചാണ് പറയുന്നത്. വൈറ്റമിൻ കെയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈറ്റമിൻ കെയെ കുറിച്ച് പറയുമ്പോൾ എന്താണ് വൈറ്റമിൻ കെയുടെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഫില്ലോക്യുനോൺ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. അതൊന്ന് ഓർത്തു വെക്കുക. ഫില്ലോക്യുനോൺ ട്ടാ. എല്ലാ ശാസ്ത്രീയ, ഇവിടെ ടോക്കോഫിറോൾ പറഞ്ഞു, ഇവിടെ ഫില്ലോക്യുനോൺ ആണ്. ഇനി വൈറ്റമിൻ കെ ഇല്ലാണ്ടായ നമ്മുടെ കരളുണ്ടല്ലോ, കരളിന്റെ പ്രവർത്തനത്തിന് വളരെ ആവശ്യമായിട്ടുള്ളതാണ് വൈറ്റമിൻ കെ. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു കരളിൽ സംഭരിക്കുന്നത് വൈറ്റമിൻ എ ആണ്. കരളിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ളത് ഏതാണ്, വൈറ്റമിൻ കെ ആണ്. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഇനി നമ്മുടെ രക്തം കട്ട പിടിക്കാൻ, രക്തം
കട്ട പിടിക്കാൻ സഹായിക്കുന്നത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ഏതാണ്? വൈറ്റമിൻ കെ ആണ് കേട്ടോ. തണുപ്പിച്ചാൽ നഷ്ടപ്പെടുന്ന ജീവകം ഏതാണ്? വൈറ്റമിൻ കെ ആണ്. അപ്പൊ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണല്ലോ. ഈ രക്തം കട്ട പിടിക്കാണ്ടാവുമ്പോ അല്ലെങ്കിൽ ജീവകം കെയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ചോദിച്ചാൽ നിങ്ങൾ ഹീമോഫീലിയ എന്ന് പറയണം. എന്താണ് ഹീമോഫീലിയ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഹീമോഫീലിയ കേട്ടോ. ലോക ഹീമോഫീലിയ ദിനം ഏതാണ്? ഏപ്രിൽ 17 എന്നാണ്? ഏപ്രിൽ 17 കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ക്യാബേജില്ലേ, ക്യാബേജ്, ചീര, കോളിഫ്ലവർ, അതിലൊക്കെ ധാരാളം വൈറ്റമിൻ കെ ഉണ്ട്. ഏതിലുള്ള? ക്യാബേജില്, ചീരയില്, കോളിഫ്ലവറിലൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അടുത്തത്, അപ്പൊ ADEK കഴിഞ്ഞു. ഇനി വൈറ്റമിൻ സിയെ കുറിച്ച് പഠിക്കാം. ബി കുറച്ച് അധികം പഠിക്കാണ്ടല്ലോ. അപ്പൊ വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം അസ്കോർബിക് ആസിഡ് എന്നാണ്. എന്താ മക്കളെ? അസ്കോർബിക് ആസിഡ്, അതാണ് അതിന്റെ ശാസ്ത്രീയ നാമം. എന്താണ്? അസ്കോർബിക് ആസിഡ് എന്നാണ്. അതായത് ഇത് ധാരാളം കാണപ്പെടുന്നത് പുളിയുള്ള പഴം, ഇപ്പൊ എന്താ പറയാ, ചെറുനാരങ്ങ, ഓറഞ്ച്, അങ്ങനെയൊക്കെ ഉള്ളതിൽ ചെറിയ രീതിയിൽ പുളി രുചിയുള്ള പഴങ്ങളിലാണ് ധാരാളം എന്ത് കാണപ്പെടുന്നത്? വൈറ്റമിൻ സി. ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ വൈറ്റമിൻ ആണ്. കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ വൈറ്റമിൻ. പലപ്പോഴും ചോദിക്കാറുണ്ട്, ചൂടാവുമ്പോ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്ന്. ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം വൈറ്റമിൻ സി ആണെന്ന് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ യുവത്വം നിലനിർത്താൻ അത്യാവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം സി. ഇനി മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം ഏതാന്ന് ചോദിച്ചാൽ ജീവകം സി ആണ്. മൂത്രത്തിലൂടെ ഇത് നഷ്ടപ്പെടുന്നു. നമ്മുടെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ് പ്രതിരോധ ശേഷിക്ക് ആവശ്യമായിട്ടുള്ളത്. കൂടുതൽ ചോദിച്ചു കണ്ടേക്കണത് രോഗപ്രതിരോധ ശേഷി. ചൂടാവുമ്പോൾ നഷ്ടപ്പെടുന്നു, പുളിയുള്ള പഴങ്ങളിൽ കാണപ്പെടുന്നു. ഇതിന്റെ ശാസ്ത്രീയ നാമം എന്ത്? കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം ഏത്? ഇതൊക്കെയാണ് കൂടുതലും ജീവകം സിയുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ കണ്ടിട്ടുള്ളത് ഇതിന്റെ അപര്യാപ്തത രോഗമാണ് സ്കർവി. ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് ഏത്? സ്കർവി. ജീവകം സിയുടെ അപര്യാപ്തത രോഗം എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. ഈ സ്കർവിയെ നാവികരുടെ പ്ലേഗ് എന്ന് വിളിക്കുന്നു. അപ്പൊ നാവികരുടെ പ്ലേഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗമാണ് ഏത്? നമ്മുടെ സ്കർവി എന്നറിയപ്പെടുന്നത്. ഇനി കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് മുറിവ് ഉണങ്ങാൻ. അതായത് കുറച്ചും കൂടി എന്താ പറയാ, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ കൂടുതൽ കണ്ടിട്ടുള്ളതാണ്. മുറിവ് ഉണങ്ങാൻ സഹായകമായിട്ടുള്ളത് ഏതാണ്? ജീവകം സി ആണ് കേട്ടോ. ഇനി നെല്ലിക്ക, അതുപോലെ തന്നെ പഴങ്ങൾ, പുളിയുള്ള പഴങ്ങള്, പപ്പായ, മുരിങ്ങയില, ഇതിലൊക്കെ ധാരാളം എന്തുണ്ട്? ജീവകം സി ഉണ്ട് എന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇനി നമുക്ക് ഏതാ പഠിക്കണ്ടേ? ജീവകം ബിയെ കുറിച്ച് പഠിക്കണം അല്ലെ. ജീവകം ബിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോ നമ്മുടെ B1 ആദ്യം തന്നെ നമ്മൾ പഠിക്കുകയാണ്. B1നെ കുറിച്ച്. B1ന്റെ ശാസ്ത്രീയ നാമം തയാമിൻ എന്നാണ്. B1ന്റെ ശാസ്ത്രീയ നാമം തയാമിൻ ആണ്. ഇത് അരിയുടെ തവിടില്ലേ മക്കളെ? തവിട്, ഇപ്പൊ നമ്മൾ പറയില്ലേ തവിടുള്ള അരികളൊക്കെ ഉപയോഗിക്കണം. ആ തവിടുകളില്, അരിയുടെ തവിടിൽ ധാരാളം കാണപ്പെടുന്നത് എന്താണ്? ജീവകം B1 ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇനി അടുത്തത് ജീവകം B2. ജീവകം B2ന്റെ ശാസ്ത്രീയ നാമം റൈബോഫ്ലാവിൻ എന്നാണ്. റൈബോഫ്ലാവിൻ. ഈ റൈബോഫ്ലാവിൻ എന്നും ഇതിനെ വൈറ്റമിൻ ജി എന്നും വിളിക്കുന്നുണ്ട്. വൈറ്റമിൻ ജി എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്, B2 തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് പാലിനൊരു മഞ്ഞ കളറില്ലേ മക്കളെ? പാലിനൊരു ഇളം മഞ്ഞ നിറം. ആ പാലിന്റെ മഞ്ഞ നിറത്തിന് കാരണം ഈ B2 ആണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ജീവകം B3 ആണ്. ജീവകം B3യുടെ ശാസ്ത്രീയ നാമം നിയാസിൻ എന്നാണ്. നിയാസിൻ. ജീവകം B3യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. ഏത് രോഗമാണ്? പെല്ലഗ്ര എന്ന് പറയുന്ന രോഗമുണ്ടാകുന്നു. എന്താണ് രോഗത്തിന്റെ പേര്? പെല്ലഗ്ര എന്നാണ് രോഗത്തിന്റെ പേര്. ഇനി അടുത്തത് ജീവകം B3 കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കാറുള്ളത് ജീവകം B5ന്റെ ശാസ്ത്രീയ നാമം എന്താ എന്നുള്ളതാണ്. B5ന്റെ ശാസ്ത്രീയ നാമം പാൻറ്റോതെനിക് ആസിഡ് എന്നാണ്. പാൻറ്റോതെനിക്.
പാൻഡോതെനിക് ആസിഡ്. ജീവകം B5 ആണ് പാൻഡോതെനിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗത്തെ പരസ്തേഷ്യ എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കണേ? പരസ്തേഷ്യ എന്ന് വിളിക്കുന്നു. ഇനി അടുത്തത് ജീവകം B6 ആണ് നമുക്ക് പഠിക്കേണ്ടത്. പിരിഡോക്സിൻ. അതിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? പിരിഡോക്സിൻ എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം. ഇത് ജീവകം B7 അല്ലെ. ഇതിനെ നമ്മൾ ജീവകം എന്താ പറയുന്നത്, ജീവകം B6, അതല്ല, ജീവകം B6 എന്നറിയപ്പെടുന്നത്. അതിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? പിരിഡോക്സിൻ എന്നാണ്. ജീവകം B7നെയാണ് നമ്മൾ എന്താണ് വൈറ്റമിൻ എന്നും കൂടി വിളിക്കുന്നത്. അതിന്റെ ശാസ്ത്രീയ നാമം ബയോട്ടിൻ എന്നാണ്. അപ്പൊ ബയോട്ടിൻ അഥവാ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം B7 ആണ്. ജീവകം B9ന്റെ ശാസ്ത്രീയ നാമം ഫോളിക് ആസിഡ് എന്നാണ്. ഫോളിക് ആസിഡ് എന്താണ്? ഫോളിക് ആസിഡ് എന്നാണ് കേട്ടോ. ഫോളിക് ആസിഡ് എന്നാണ് എന്താ നമ്മുടെ B9 അറിയപ്പെടുന്നത്. ഇനി അടുത്തത് ജീവകം B12ന്റെ ശാസ്ത്രീയ നാമം സയനോകൊബാലുമിൻ. എന്താണ്? സയനോകൊബാലുമിൻ എന്നാണ്. കൊബാലുമിൻ, സയനോകൊബാലുമിൻ എന്നാണ് B12ന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് മഴവെള്ളത്തിൽ നിന്ന് ധാരാളം ലഭിക്കുന്നത് ഏതാണ്? B12 ആണ്. മഴവെള്ളത്തിൽ നിന്ന് ധാരാളം ലഭിക്കുന്നതാണ് B12 എന്നറിയപ്പെടുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊന്നും കൂടി ഒന്ന് ഓർത്തു വെച്ചാൽ അതിനുശേഷം നമ്മൾ അപര്യാപ്തത രോഗങ്ങളൊക്കെ ഞാൻ ഇതിന്റെ ഒപ്പം പറഞ്ഞില്ല, അത് വേറെ ഞാനൊന്ന് പറഞ്ഞു തരാം. ഒന്നുകൂടി പറയൂ. B1ന്റെ ശാസ്ത്രീയ നാമം തയാമിൻ, B2ന്റെ ശാസ്ത്രീയ നാമം റൈബോഫ്ലാവിൻ, B3യുടെ ശാസ്ത്രീയ നാമം നിയാസിൻ, B5ന്റെ ശാസ്ത്രീയ നാമം പാൻഡോതെനിക് ആസിഡ്, B6ന്റെ ശാസ്ത്രീയ നാമം പിരിഡോക്സിൻ, B7ന്റെ ശാസ്ത്രീയ നാമം ബയോട്ടിൻ, B9ന്റെ ശാസ്ത്രീയ നാമം ഫോളിക് ആസിഡ്, B12ന്റെ ശാസ്ത്രീയ നാമം സൈനോകൊബാലുമിൻ. തവിടിൽ ധാരാളം B1 കാണപ്പെടുന്നു. വൈറ്റമിൻ G അല്ലെങ്കിൽ ജീവകം G എന്നറിയപ്പെടുന്നു B2 ആണ്. പാലിന്റെ മഞ്ഞ നിറത്തിന് കാരണം B2 ആണ്. ഇനി അടുത്തത് എന്താണ്? വൈറ്റമിൻ H എന്നറിയപ്പെടുന്ന B7 ആണ്. മഴവെള്ളത്തിൽ ധാരാളം കാണപ്പെടുന്നത് B12 ആണ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? അടുത്തത് നമ്മള് പ്രധാനപ്പെട്ട കുറച്ച് അപര്യാപ്തത രോഗങ്ങളാണ് പറയുന്നത്. അപ്പൊ ജീവകം എയുടെ അപര്യാപ്തത രോഗം ഏതാണ്? ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് മാലക്കണ്ണ് അഥവാ നിശാന്തത എന്നൊക്കെ പറയും. എന്താണ്? മാലക്കണ്ണ് അഥവാ നിശാന്തത. അതുപോലെ തന്നെ സിറോഫ്താൽമിയ, നമ്മൾ നേരത്തെ പറഞ്ഞു സിറോഫ്താൽമിയ. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ജീവകം B1ന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറി. B1ന്റെ അപര്യാപ്തത മൂലം ബെറി. B3യുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നു പെല്ലഗ്ര. B3യുടെ അപര്യാപ്തത മൂലം പെല്ലഗ്ര. B9ന്റെ അപര്യാപ്തത മൂലം മെഗലോ ബ്ലാസ്റ്റിക് അനീമിയ. മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നത് B9ന്റെ അപര്യാപ്തത മൂലമാണ്. B12ന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നു പെർനീഷ്യസ് അനീമിയ. സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്. ഡിയുടെ അപര്യാപ്തത മൂലം റിക്കറ്റ്സ്. ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. കെയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ. എന്താണ്? ഹീമോഫീലിയ. അപ്പൊ വൈറ്റമിൻസിന്റെ കാര്യം ഒരു ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? എയുടെ അപര്യാപ്തത മൂലം മാലക്കണ്ണ് സിറോഫ്താൽമിയ, B1ന്റെ അപര്യാപ്തത മൂലം ബെറി, B3യുടെ അപര്യാപ്തത മൂലം പെല്ലഗ്ര, B9ന്റെ അപര്യാപ്തത മൂലം മെഗലോബ്ലാസ്റ്റിക് അനീമിയ, B12ന്റെ അപര്യാപ്തത മൂലം പെർനീഷ്യസ് അനീമിയ, സിയുടെ അപര്യാപ്തത മൂലം സ്കർവി, ഡിയുടെ അപര്യാപ്തത മൂലം റിക്കറ്റ്സ്, ഇയുടെ അപര്യാപ്തത മൂലം വന്ധ്യത, കെയുടെ അപര്യാപ്തത മൂലം എന്താ ഉണ്ടാകുന്നത്? ഹീമോഫീലിയ. എന്തുണ്ടാകുന്നു? ഹീമോഫീലിയ. ഇനി ഇത് ജീവകങ്ങളുടെ അപര്യാപ്തത മൂലമാണെങ്കിൽ മാംസ്യത്തിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ചോദിക്കണേന്ന് വെച്ചാ. മാംസ്യത്തിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നത് ഏതാ മക്കളെ? ഈ മരാസ്മസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മരാസ്മസ്, അതുപോലെ തന്നെ ക്വാഷിയോർക്കർ, മരാസ്മസ് എന്നിവ മാംസ്യത്തിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഹീമോഗ്ലോബിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ. എന്താണ്?
അനീമിയ രോഗമുണ്ടാകുന്നു, ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ ഇരുമ്പിന്റെ അപര്യാപ്തത മൂലം. ഇനി മെലാനിൻ, നമുക്ക് കൃത്യമായിട്ടുള്ള സൂര്യപ്രകാശം കിട്ടാത്തത് മൂലം മെലാനിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് വെള്ളപ്പാണ്ട്. ഇനിയിപ്പോ വെള്ളപ്പാണ്ട് എന്ന് തന്നെ ചോദിക്കണം നിർബന്ധമില്ല, ആൽബിനിസം എന്ന് ചോദിക്കാം, എന്തായാലും ഒന്ന് തന്നെയാണ് വെള്ളപ്പാണ്ട് അഥവാ ആൽബിനിസം. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? അപ്പോ ഇതൊക്കെ അതുപോലെ തന്നെ അയഡിൻ, ശരീരത്തിൽ അയഡിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. അതുപോലെ തന്നെ ചോദിക്കാം, അയഡിൻ പോലെ തന്നെ തൈറോക്സിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്താ പറയുന്നത്? ഗോയിറ്റർ തന്നെയാ പറയേണ്ടത്. അപ്പൊ ഇത്തരം അപര്യാപ്തത രോഗങ്ങളും കൂടി ഒന്ന് നോക്കി വെക്കും. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക് ആട്ടോ, അത്യാവശ്യം പഠിക്കാണ്ട്. അതുകൊണ്ട് തന്നെ ഭംഗിയായിട്ടൊന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഒരു ദിവസം ഒരു നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെങ്കിൽ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സും അതുപോലെ തന്നെ ഒരു SCRT ക്ലാസ്സുമാണ്. SCRT ക്ലാസ് ഡെയിലി ഇടുന്നില്ല, കുറേ അധികം SCRTയുടെ ചാപ്റ്റേഴ്സ് ടീച്ചർ കംപ്ലീറ്റഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ക്ലിയർ ആയിട്ട് തരാം. പ്ലേലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് നോക്കി കാണുക. അപ്പോൾ മാറി മാറി നമുക്ക് കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ എന്താ പറയുന്നത് SCRT പാഠഭാഗങ്ങള്, ക്വസ്റ്റ്യൻ പേപ്പറുകള്, അതൊക്കെ മാറി മാറി നമുക്ക് പഠിച്ചു പോവാം കേട്ടോ. ഒരു ക്ലാസ് എന്തിന്റെ? ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്. അങ്ങനെ നമുക്ക് 2 ക്ലാസ്സോട് കൂടി പോവാം. നന്നായിട്ട് പഠിച്ചു മുന്നോട്ട് പോവാം മക്കളെ. ഇനി അധികം സമയമില്ല. ആ ഗൗരവം നിങ്ങളെല്ലാവരുടെയും ഉള്ളിലുണ്ടാവണം കേട്ടോ.